ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 1:1 പറയുന്നു, ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമെന്നിയെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഏവരെയും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വചനം പറയുന്നു, നിഷ്കളങ്കമായ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണം എന്ന്. സ്നേഹമുള്ളവരെ, ഹൃദയ നിർമ്മലതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഹൃദയം ദാവീദിൽ ഞാൻ കണ്ടു എന്നാണ് ദൈവം പറഞ്ഞത്. നല്ലൊരു ഹൃദയത്തിന് ഉടമകളാകാൻ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് വസ്തുക്കൾ നഷ്ടപ്പെട്ട വ്യക്തികളെ, രോഗികളെ, പ്രത്യേകിച്ച് ഉള്ളംകൈയിൽ മരവിച്ച് അനുഭവപ്പെടുന്ന കൊച്ചിനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു. ഹാലലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലേക്ക് ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് തുടരണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് വേദനകൾ എടുത്തു മാറ്റണമേ. ദൈവമേ, അങ്ങനെ തിരുരക്തം കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ